കൊണ്ട് ഇസ്തിഗാസയും തവസ്സുലും ചെയ്തുള്ള ആ ഒരു പ്രവർത്തനം വളരെ ശ്ലാഘനീയമാണ്. ഞാൻ ഉല്ലൂക്കര ഉസ്താദിൻ്റെ ശിഷ്യനാണ്. ഉല്ലൂക്കര ഉസ്താദ് പലപ്പോഴും പറയാറുണ്ട്, നമ്മളിങ്ങനെ ആഖിറത്തിൽ വെച്ച് വിഷമിക്കുക, എന്നിട്ട് ബദരീങ്ങൾ നമ്മളിങ്ങനെ എല്ലാ നേരവും ബദരീങ്ങളെ എന്ന് വിളിച്ചിങ്ങനെ ജീവിക്കുക, എന്നിട്ട് ആഖിറത്തിൽ നമ്മൾ വിഷമിക്കുക, എന്നിട്ട് ബദരീങ്ങൾ നമ്മളെ നോക്കിക്കൊണ്ടൊക്കെ സ്വർഗത്തിലേക്ക് പോവുക. അങ്ങനെ ഉണ്ടാവില്ല. ഉസ്താദ് ആത്മഗതം ഉസ്താദ് സ്വന്തമായി സമാധാനിക്കുക, അങ്ങനെ ഉണ്ടാവില്ല. ബദരീങ്ങൾ അങ്ങനെ ചെയ്യൂല എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഉസ്താദിൻ്റെ വായിൽ നിന്ന്. ഉല്ലൂക്കർ ഉസ്താദ് നിങ്ങൾക്കൊക്കെ പരിചയമില്ലേ? വലിയ മഹാനായിരുന്നു പേരോട് ഉസ്താദിൻ്റെ ഉസ്താദ്. അപ്പോൾ ആ ഒരു പ്രതീക്ഷ വലിയൊരു പ്രതീക്ഷയാണ്. ഈ ഉമ്മത്തിലെ ഏറ്റവും മഹാന്മാർ അഹ്ലു ബദറാണ്. ലോകത്ത് ഇതുവരെ കഴിഞ്ഞുപോയ മനുഷ്യന്മാരിൽ ഏറ്റവും ഉത്തമന്മാരാരാണ്? അള്ളാഹുവിൻ്റെ അമ്പിയാക്കളും മുർസലുകളുമാണ്. മുർസലുകളിൽ ഏറ്റവും അഫ്ളലായ ആളാരാണ്? അഫ്ളലുൽ ഖൽഖ് സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഫഖന്നബീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖിൻ വലം യുദാനൂഹു ഫീ ഇൽമിൻ വലാ കറമി. മമ്പൂസൂരി അർത്ഥശങ്കക്കിടവില്ലാത്ത വിധം പറഞ്ഞതുപോലെ എല്ലാ അമ്പിയാക്കളെയും മേലെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നമ്മുടെ നാട്ടുകാരനായ ഖാദി ഉമർ പറഞ്ഞു, സറൈത മിൻ വബിത്ത തർഖാ ഇലാ നിൽത മൻസിലതൻ മിൻ ഖാബി ഖൗസൈനി ലം തുദ്റക് വലം തുറമി. ബുസൂരി പറഞ്ഞതാണ്. അതായത് ആകാശലോകത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിശാപ്രയാണം നടത്തിച്ച ആ രാത്രിയിൽ അവിടെ നിന്നാണല്ലോ നിസ്കരിച്ചത്. ഇസ്റാഉം മിഅ്റാജും തിരുനബിക്ക് ഉള്ള ഒരു വലിയൊരു സംഭവമായിരുന്നു. അന്ന് അങ്ങാണല്ലോ അവർക്ക് നിസ്കരിച്ചത്. എന്തിൻ്റെ അടയാളമാണ്? എല്ലാറ്റിലും മേലെ അങ്ങാണ് തെളിയിച്ചതാണ്. ഈ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അസ്ഹാബാണ് മുഴുവൻ നബിമാരുടെയും അസ്ഹാബിൽ ഏറ്റവും അഫ്ളലായ ആളുകൾ. ഏറ്റവും വലിയ ഫضലുള്ള നബി നമ്മുടെ നബിയാണ്. അപ്പോൾ ഏറ്റവും വലിയ അസ്ഹാബും, ഓരോ നബിക്കും ഓരോ അസ്ഹാബ് ഉണ്ടാകുമല്ലോ. ഏറ്റവും വലിയ അസ്ഹാബും പവറുമുള്ളവർ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ അസ്ഹാബാണ്. എന്നാൽ അസ്ഹാബ് കുറച്ചൊന്നുമല്ല ഉള്ളത്, ലക്ഷക്കണക്കിന് അസ്ഹാബുണ്ട്. അസ്ഹാബിലെ ഏറ്റവും അഫ്ളലാണ് ഈ 313 ആളുകൾ. അനുയായികളിലെ അസ്ഹാബ് അനുയായികൾ ഏറ്റവും ഫضലുള്ളവരാണ് അഹ്ലു ബദർ. ഈ അഹ്ലു ബദറിൽപ്പെട്ടവരാണ് നമ്മുടെ സയ്യിദുനാ സിദ്ദീഖ് തങ്ങൾ. അറിയാമല്ലോ, അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും ഫضലുള്ള ആളുകൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികൾ സയ്യിദുനാ അബൂബക്കർ തങ്ങളാണ്. പിന്നീട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണ്. ആ ഖുലഫായിൻ്റെ തർത്തീബ് അനുസരിച്ചാണ് ഫضൽ പറയുന്നത്. ഇവരൊക്കെ ബദരീങ്ങളാണ്. ബദരീങ്ങളിൽ ഏറ്റവും അഫ്ളലായ ആൾ മുത്തുനബി തന്നെ. മുത്തുനബി ബദരീങ്ങളിൽപ്പെട്ട ആളാണല്ലോ. ബദറിൽ പങ്കെടുത്ത ആൾ എന്നല്ലേ ബദരീ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ബദരീങ്ങളെ എന്നൊക്കെ വിളിച്ചാൽ പ്രഥമമായി വിളിക്കപ്പെടുന്നത് ആരെയാണ്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. ബദരീങ്ങളിൽപ്പെട്ട ഒരാളാണല്ലോ. ബദരീങ്ങളുടെ നേതാവല്ലേ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ ഈ മഹ്ളറത്തുൽ ബദരിയയിൽ നമുക്കേറെ പ്രതീക്ഷിക്കാം. അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ഗുണങ്ങളെല്ലാം ചോർന്നു പോകാതെ അനുഭവിക്കാൻ നമുക്ക് ഇഹത്തിലും പരത്തിലും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതിൻ്റെ ഒരു ചര്യ എന്നുള്ള നിലയിൽ ഈ ദിക്റിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് സാധാരണ നടത്തപ്പെടുന്ന മാസത്തിൽ ഒരു ഉദ്ബോധനം നടത്തുക എന്നുള്ള പതിവനുസരിച്ചാണ് ഈ ഉള്ളവനെ ക്ഷണിക്കപ്പെട്ടത് എന്ന് എനിക്കറിയാം. വിശാലമായ ഒരു സംസാരത്തിലേക്ക് മുതിരാതെ ചെറിയ കാര്യങ്ങൾ മാത്രം പറയാനും ഉൾക്കൊള്ളാനും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പറയുക എളുപ്പമാണ്. ഒരു മഹാൻ പറഞ്ഞതുപോലെ അന്നസീഹത്തു സഹ്ലത്തുൻ വൽ മുശ്കിലത്തു ഖബൂലുഹാ. ഉപദേശിക്കാൻ എളുപ്പമാണ്. നല്ല ഒരായത്തും ഒരു ഹദീസും അതിന് ഉപോത്ബലകമാകുന്ന കുറച്ച് മഹാന്മാരുടെ ഖിസ്സകളും ഒക്കെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു നസീഹത്തായി മാറും. അത് എളുപ്പമാണ്. വൽ മുശ്കിലത്തു ഖബൂലുഹാ. അത് സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രയാസം. അത് സ്വീകരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് പ്രയാസകരമായത്. നാം എല്ലാവരും ഈ ഇരിക്കുന്നവരും എന്നല്ല, നാം പലതുകൊണ്ടും
പ്രശ്നമാണ് എന്ന് വിലയിരുത്തുന്ന ആരും അവരോട് ചോദിച്ചാൽ അവരൊക്കെ ഇഷ്ടപ്പെടുന്നത് ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മാറി ഒരു നല്ല ആളാകണമെന്നാണ്. അങ്ങനെ ആഗ്രഹിക്കാത്ത ഒരു ശരാശരി മുസ്ലിം ഉണ്ടാവുകയില്ല. എല്ലാവരും അത് ആഗ്രഹിക്കുന്നത്. അതിന് പല തടസ്സങ്ങൾ കൊണ്ടത് നടക്കാതെ പോവുകയാണ്. ഈ തടസ്സങ്ങൾ നീക്കുകയും എന്നിട്ട് ആ ഉദ്ദേശിക്കുന്നത് പോലെ നല്ലവനാവുക, നല്ലതായി തീരുക, നല്ലവനായി വരിക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് അടുക്കാൻ വേണ്ടി നാം ഒന്ന് ജാഗരൂകരായി പെരുമാറുകയും ചെയ്യുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ട ഒരു കാര്യം. എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ ഓർക്കുകയാണ്, എന്നോട് രാജ്യാർ പറഞ്ഞു, 2-ാം കൊല്ലത്തെ റമദാനിൽ ഇങ്ങനെ പറയാം, ഇങ്ങനെ നടന്നിങ്ങനെ പോകും പറഞ്ഞതാണ്. ഒരു മനുഷ്യനെ കാണിച്ചിട്ട് പറഞ്ഞു, അവരിങ്ങനെ റമദാനിൻ്റെ പകലിലും നേരെ നടക്കാൻ വയ്യാതെ സൈഡിലേക്കെല്ലാം നടന്നാൽ പോവുക. പറഞ്ഞ മനസ്സിലായല്ലോ, മുഴുകുടിയനാണ്, പക്കാ യുവാവാണ്. റമദാനിൻ്റെ പകൽ 27-ൻ്റെ അന്ന് വരെ അവൻ നേരെ നടക്കൂല. അതിങ്ങനെ പോയി ചുമര് പോലെല്ലാം മുട്ടുന്നുണ്ടാവും. വല്ലാത്ത സങ്കടകരമാണ്. അപ്പോൾ അവൻ പറഞ്ഞു എന്ന് എൻ്റെ സുഹൃത്ത് രാജാർ എന്നോട് പറഞ്ഞത് ആണ് ഞാൻ പറയാൻ പോകുന്നത്. 2 കൊല്ലം മുമ്പ് ഓൻ പറഞ്ഞത്രേ, ആളെ പേര് വിളിച്ചിട്ട് പറഞ്ഞു, അജി നിങ്ങൾ രാവിലെ സുബീക്ക് ജമാഅത്തിന് പോകുന്നത് ഞാൻ കാണാറുണ്ട്. വെള്ളിയാഴ്ചത്തെ റമദാൻ്റെ കാര്യമാണ് പറയുന്നത്. സുബീക്ക് ബാങ്കിൻ്റെ മുമ്പേ നിങ്ങളിങ്ങനെ ടോർച്ചടിച്ച് പോകുന്നത് ഞാൻ എൻ്റെ മേലെ കിളിവാതിൽ അല്ലെങ്കിൽ ജനവാതിലൂടെ ഞാൻ കാണാറുണ്ട്. നിങ്ങളെ സുബീക്ക് ഇങ്ങനെ പോകുന്നത് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് കൊതിക്കാറുണ്ട്, വിഷമിക്കാറുണ്ട്. പടച്ചവനെ, ഞാനിങ്ങനെ ഒരു കള്ളുകുടിയനായി ഇങ്ങനെ റമദാൻ മാസത്തിൽ ഇങ്ങനെ ഒരു കുടിച്ചിട്ട് ഇങ്ങനെ ഇവിടെ ആയിപ്പോയല്ലോ. മനുഷ്യന്മാരിൽ ഇത് അള്ളാഹുവിൻ്റെ വിളി കേട്ട് പള്ളിയിലേക്ക് ഇങ്ങനെ പോവുകയാണ് എന്ന് ഞാൻ വിചാരിക്കും. എന്നിട്ട് ഞാൻ അന്ന് മനസ്സുകൊണ്ട് ശപഥം ചെയ്യും, പടച്ചവനെ, ഇനി ഞാൻ ഇന്ന് വൈകുന്നേരമായാലും, വൈകുന്നേരം ഇത് കുടിക്കുക, രാത്രിയെ കുടിക്കുക, അതിൻ്റെ സംഗതി തീരണമെങ്കിൽ രാവിലെ നന്നായി നേരം കൊടുക്കണം. ഈ ഒരു സൽക്കാലം അടങ്ങി ആ കുടിച്ചതിൻ്റെ സുക്കറെല്ലാം പോയി മസ്തെല്ലാം പോകുന്നൊരു സമയം ഇങ്ങനെ ആകുമ്പോൾ ഇത് കാണുന്നത്. അപ്പോൾ ആ തിരിച്ചറിയുന്നത്. അപ്പോൾ ശപഥം ചെയ്യും മനസ്സുകൊണ്ട്, ഞാനിന്ന് എന്തായാലും കുടിക്കൂല. അങ്ങനെ ആചാരെ വൈകുന്നേരമായാലും എനിക്ക് കുടിക്കാണ്ടിരിക്കാനാവില്ല. അങ്ങനെ അതിൻ്റെതായ സെറ്റുണ്ടാവും, കൊണ്ടുകൊടുക്കാനും കുടിക്കാനും ഒക്കെ ഒരു ഗ്യാങ്ങുണ്ട്. അത് കൗമുണ്ട്, കൗമല്ലാത്തവരുണ്ട്. ഒക്കെ നമുക്ക് അറിയുന്ന കേസാണ്, നമ്മൾ പരിചയത്തിലുള്ളതാണ്. പക്ഷേ പിറ്റേന്ന് രാവിലെ ചെയ്ത ശപഥം സുബഹിക്ക് ശപഥം പാലിക്കാൻ വൈകുന്നേരം അവനിക്ക് ആകാതെ പോവുകയാണ്. അവനും കൊതിക്കുന്നത് എന്ത് തന്നെ, എനിക്കൊന്ന് നന്നാവണം, ഇയാളൊക്കെ പള്ളിയിൽ പോകുന്ന പോലെ ആ സുബഹിക്ക് അത്താഴമൊക്കെ കഴിച്ചു പോകുന്നവനാകണം എന്ന് ആഗ്രഹിക്കുന്നത്. എല്ലാവരും ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. ആണായാലും പെണ്ണായാലും യുവാവായാലും യുവതിയായാലും കൗമാരക്കാരനായാലും കൗമാരക്കാരിയായാലും കോളേജ് വിദ്യാർത്ഥിയായാലും വിദ്യാർത്ഥിനിയായാലും എല്ലാവരും ആഗ്രഹിക്കുന്നത് നല്ല ഒരു ആളാകണമെന്നാണ്. പിന്നെ തടസ്സം എന്താണ്? പല സാഹചര്യങ്ങളാൽ പലതിലേക്കും മാറി ഇങ്ങനെ ജീവിതം അബദ്ധസഞ്ചാരത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യമായി വേണ്ടത്, നമുക്ക് എത്ര സുന്ദരമാണ് നമ്മുടെ ഒരു റോൾ മോഡൽ ഉണ്ടല്ലോ നമുക്ക്. അത് എങ്ങനെയാണെന്ന് കൃത്യമായി പഠിക്കാൻ എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്. എന്നിട്ട് ആ മോഡലിന് അങ്ങ് തോന്നാൻ പോരെ. ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ സഹലാണ്, നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്. ഇത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്നിടത്താണ് നമ്മുടെ പരാജയം. റോൾ മോഡൽ ആര്? അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് അല്ലാഹുവിൽ അല്ലാഹുവിൻ്റെ റസൂലിൽ ഉസ്വത്തുൻ ഹസന, ഉത്തമ മാതൃകയുണ്ട്. അല്ലാഹുവിൻ്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. അവിടുത്തെ ജീവിതത്തിൽ ഏത് മേഖലയിലുള്ളവർക്കാണ് മാതൃകയില്ലാത്തത്? എല്ലാ മാതൃകയും അവിടുത്തെ ജീവിതത്തിലുണ്ട്. കുട്ടികൾക്ക് മാതൃകയുണ്ട്, യുവാക്കൾക്ക് മാതൃകയുണ്ട്, പ്രായമുള്ളവർക്കുണ്ട്, ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നവർക്കുണ്ട്, കുടുംബജീവിതത്തിൽ മാതൃകയുണ്ട്, രാഷ്ട്രീയ ജീവിതത്തിൽ മാതൃകയുണ്ട്, നേതാവിന് മാതൃകയുണ്ട്, അനുയായിക്ക് മാതൃകയുണ്ട്. എല്ലാവർക്കും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ മാതൃകയുണ്ട്. അവിടുന്ന് കാണിച്ചു തന്ന ആ മാതൃകയിലേക്ക് നാം അങ്ങ് സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും പേടിക്കാനില്ല. അവിടത്തോടുള്ള ഹുബ്ബ് നമ്മുടെ ഖൽബിൽ അങ്ങ് നിറച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും നഷ്ടം വരാനും പോകുന്നില്ല. നാം ഒരിക്കലും കൂട്ടുമാറി വേറൊരു
ആശയത്തിലേക്ക് നാം ഒരിക്കലും എത്തിപ്പോകുന്ന പേടിയും നമുക്ക് വേണ്ട. അതാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം റോൾ മോഡലായി സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു തെറ്റും സംഭവിക്കുകയില്ല.